ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ. പാവയ്ക്ക കുറച്ച് വറുക്കാനെടുത്തു. ഇത് ഒരു വലിയ ചെറുനാരങ്ങയുടെ അളവിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ഡേറ്റ്സ്, 20 ഡേറ്റ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഉലുവയും മുളകും കൂടെ വറുത്ത് പൊടിച്ചതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് അതിൻ്റെ കുറച്ച് ഭാഗം വറുത്ത പാവയ്ക്ക. ഈ അച്ചാർ പൊടിയാണത്. നേരത്തെ വറുത്ത ഉലുവയും മുളകും കൂടെ പൊടിച്ചത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇനി ഈ പാവയ്ക്ക ഈ പാത്രത്തിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത് ആക്ച്വലി പീസസ് ആയിട്ട് കുഴപ്പമില്ല എന്നുള്ളവർക്ക് കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എനിക്ക് അത്രയ്ക്കുള്ള ക്ഷമയില്ല ഒരു കാര്യം. പിന്നെ രണ്ടാമത്തത് കുട്ടികളെയും കൂടി ഉദ്ദേശിച്ചിട്ടുള്ളൊരു പിക്കിളായതുകൊണ്ട് പീസസ് ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യാം, പക്ഷെ ഇതിനൊരു ക്രഷ് ചെയ്തിടണം. വല്ലാണ്ട് നൈസ് പൊടിയല്ല, എന്നാലൊന്ന് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഇതിൽ കുറച്ച് നല്ലെണ്ണയിൽ അച്ചാറുണ്ടാക്കിയാലാണ് ടേസ്റ്റ്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്കിലും ഞങ്ങൾക്ക് യൂഷ്വലി നല്ലെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇത് പുളി, നേരത്തെ എടുത്തു വെച്ച പുളി പിഴിഞ്ഞു വെച്ചതാണ്, അതിലേക്ക് ഒഴിക്കണം. ബൈ ദ ടൈം ഇതാ പാവയ്ക്ക പൊടിച്ചതാണിത്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ അത് മാറ്റിയിട്ട് ഈന്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ മിക്സിയിലേക്ക് ഇട്ടേക്കണം. ഇനി അതും കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് പുളി വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഇനി ഇതൊക്കെ ആവശ്യം. പുളി വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് ചെറിയൊരു അപകടം എന്ന് പറഞ്ഞാലേ അതൊരു വൺ മാൻ ഷോ ആണ്. ഈ അടുപ്പിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇത് ചെയ്യാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഈ പാവയ്ക്ക പൊടിച്ചത് അതിലേക്ക് ചേർക്കുക. ഇനി ഉപ്പും ഒക്കെ ചേർത്തിട്ട് ആ പാവയ്ക്ക പൊടിയിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് വേകണം. തിളയ്ക്കുന്നുണ്ടോ? എണ്ണ ഇങ്ങനെ സൈഡിൽ കാണാനുണ്ട്. ഇത് ആ ഡേറ്റ്സ് അടിച്ചു വെച്ചതാണ്. അതും അച്ചാർ പൊടിയും കൂടി ഇട്ട് നിറക്കാൻ പോവാണ്. എല്ലാ സാധനങ്ങളും ചേർത്ത് കഴിഞ്ഞു. കുറച്ച് കായപ്പൊടി കുറച്ച് മതി. അപ്പോൾ അങ്ങനെ വലിയ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല. ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും. കാണാമെന്ന് തോന്നുന്നു. കണ്ടോ, സൈഡിൽ എണ്ണ തെളിഞ്ഞു വരും. ഈ ഒരു അവസ്ഥയിൽ നമുക്കത് ചെയ്യാം. എൻ്റെ പാവയ്ക്ക ഡേറ്റ്സ് പിക്കിൾ ഈസ് റെഡി.